നമുക്ക് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ മൊഡ്യൂളിലാകെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് ഈ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ, ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ, പിന്നെ ഫോറിയർ ട്രാൻസ്ഫോം. ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് കിട്ടും, സ്കോർ ചെയ്യാം. അപ്പോൾ ഇതിൽ മാക്സിമം ക്വസ്റ്റ്യൻ നിങ്ങൾക്കത് ചെയ്യുന്നെങ്ങനെയെന്ന് മനസ്സിലായാൽ മതി. ക്വസ്റ്റ്യൻ ഇപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പ്രീവിയസ് അയക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? സോറി, ഞാനത് അയച്ചു തരണം കേട്ടോ. ഞാനത് അതിൽ വിട്ട്. പ്രീവിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വേറെ സ്കീമാണ്, ഈ സബ്ജക്റ്റ് അല്ല, പക്ഷേ ആ ടോപ്പിക്ക് തന്നെ പഠിക്കാനുള്ളത്. ഓക്കെ, അത് ഞാൻ അയച്ചു തരാം. നമ്മൾ കോംപ്ലക്സ് അയച്ചെന്ന പോലെ തന്നെയാണത്. അത് ഞാൻ അത്രയും പെട്ടെന്ന് തരാം. നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് അത് യൂസ്ഫുൾ ആയിക്കോളും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് സൈൻ എക്സ് ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അല്ലേ. ഇതിനെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട് എന്താണ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്നുള്ളത്. എന്താണ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ റെപ്രസെൻറ്റേഷൻ? വി ഹാവ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഫ്രം 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി എക്സ്, സോറി ഡി ഒമേഗ അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല അല്ലേ. വേർ എ ഓഫ് ഒമേഗ ഈക്വൽ ടു, നമുക്ക് എ ഓഫ് ഒമേഗ ആണ് ആദ്യം കാണേണ്ടത് ഇതിന് വേണ്ടിയിട്ട് അല്ലേ. എന്താണ് എ ഓഫ് ഒമേഗൻ്റെ ഫോർമുല വരുന്നത്? ഇറ്റ് ഈസ് 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് അല്ലേ. മറന്നിട്ടില്ലല്ലോ? ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോർമുല ചെക്ക് ചെയ്യുക. അപ്പോൾ എ ഓഫ് ഒമേഗയുടെ ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ് അല്ലേ. ദാറ്റ് ഈക്വൽസ് 2/π. നമുക്കിവിടെ ആക്സസിബിൾ ആയിട്ടുള്ളത് 0 to ഇൻഫിനിറ്റി ആണ്. അതായത് 0 to ഇൻഫിനിറ്റി വരെ നിങ്ങൾക്ക് ഇവിടെ റേഞ്ച് പ്രൊവൈഡ് ചെയ്യാം എന്നാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു റേഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എക്സിന് അല്ലേ. അതേ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? 0 മുതൽ π വരെ എക്സ് വരുമെങ്കിൽ അവിടെ ഫംഗ്ഷനായിട്ട് നമുക്ക് സൈൻ എക്സ് ഉപയോഗിക്കാം. അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ എന്ന് പറഞ്ഞാൽ. അതല്ലാത്ത സ്ഥലത്ത് അവിടെ 0 ആണ് വരിക. 0 വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ്റഗ്രേഷൻ ഓഫ് 0 തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഈ റേഞ്ചിനൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യണം. എങ്ങനെ? ഇവിടെ തന്നത് പ്രകാരം 0 to π ഉള്ളൂ അല്ലേ. സോ 0 to π. അപ്പോൾ ഇത്ര നോക്കിയാൽ മതി. 0 to ഇൻഫിനിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ആളാണോ ഈ റേഞ്ച് നോക്കിയാൽ മതി. ഓക്കെ അല്ല, അതെന്തായാലും കവർ ചെയ്യില്ലല്ലോ. പൈ എന്ന് പറഞ്ഞാൽ 3.14 സംതിങ് എന്നുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ 0 to π എഫ് ഓഫ് എക്സ്, 0 to πയിൽ എഫ് ഓഫ് എക്സ് എന്താണ്? ഇറ്റ് ഈസ് സൈൻ എക്സ് അല്ലേ. ക്വസ്റ്റ്യൻ അനുസരിച്ച് 0 മുതൽ π വരെയുള്ള റേഞ്ചിൽ സൈൻ എക്സ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ സൈൻ എക്സ് എഴുതുന്നു, ഒപ്പം കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ നമുക്ക് ഇനിയിപ്പോൾ ഒരു പക്ഷേ എക്സാമിൽ ഇവിടെ കോസ് എക്സ് തന്നാൽ അപ്പോൾ ഇതേപോലെ വരിക പാറ്റേൺ. ഓക്കെ അല്ല, റിസൾട്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഞാൻ പറയാം. അതേപോലെ ഇതിപ്പോൾ ചോദ്യം ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനാണ്. ഇനി ഒരു പക്ഷേ ഫോറിയർ സൈൻ ഇൻ്റഗ്രലാണ് കാണാൻ ചോദിച്ചതെന്നുണ്ടെങ്കിലോ അപ്പോഴും ഇതേപോലെ തന്നെയാണ് റിസൾട്ട് വരാം. അതായത് ഈ എക്സിനെ നിങ്ങൾ എ എന്നും, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്, 1x, ഒമേഗ എക്സിനെ ബി എന്നും വായിക്കുകയെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഓഫ് ദ ഫോം സൈൻ എ കോസ് ബി. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ അകത്ത് സൈൻ എ കോസ് ബി വന്നാൽ, ഇനി കോസ് എ സൈൻ ബി വന്നാൽ, ഇനി രണ്ടും കോസ് എ കോസ് ബി വന്നാൽ, അതേപോലെ സൈൻ എ സൈൻ ബി വന്നാൽ, ഈ 4 രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യണം. അത് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഏത് പാറ്റേണാണ് അവിടെ കൊടുക്കേണ്ടതെന്നുള്ളത്. അതെല്ലതും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം പോകുന്ന കാര്യമാണല്ലോ. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത് ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയൊക്കെ ചെയ്യാം. ചെറിയൊരു വ്യത്യാസം അവസാനം വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ഫോർമുല ഡിസ്പ്ലേ ചെയ്യാം. ആദ്യം സൈൻ എ കോസ് ബി, ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ ഫോർമുല ഹാഫ് ഓഫ് സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി എന്നാണ്. ഓക്കെ. സെക്കൻഡ് റിസൾട്ട് കോസ് എ സൈൻ ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് സൈൻ ഓഫ് എ പ്ലസ് ബി മൈനസ് സൈൻ ഓഫ് എ മൈനസ് ബി എന്നാണ്. തേർഡ് റിസൾട്ട് കോസ് എ കോസ് ബി ഈക്വൽ ടു ഹാഫ് ഓഫ് കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി, മൈനസ് അല്ല പ്ലസ് ആണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ സൈൻ എ സൈൻ ബി ഈക്വൽ ടു മൈനസ് ഹാഫ് ഓഫ് കോസ് ഓഫ് എ പ്ലസ് ബി മൈനസ് കോസ് ഓഫ് എ മൈനസ് ബി. ഈ ഒരു ഫോർമുല പഠിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം നോക്കിയാൽ അതിന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ എന്താ പ്രത്യേകത? എല്ലാത്തിലും
സൈൻ ഉണ്ടാ ഈ ഒരു എൻവലപ്പ് സെയിം അല്ലേ, ഹാഫ് ഉണ്ട് പുറത്ത്, പിന്നെ സൈൻ ഉള്ളിൽ എ പ്ലസ് ബി എ മൈനസ് ബി, എ പ്ലസ് ബി എ മൈനസ് ബി, എ പ്ലസ് ബി എ മൈനസ് ബി. അത് സൈന് വരുന്നുണ്ട്, കോസ് വരുന്നുണ്ട്. സൈനും കോസും കൂടെ വരുന്നില്ല, ശരിയല്ല. ഒന്നുകിൽ രണ്ടും സൈന് അല്ലെങ്കിൽ രണ്ടും കോസ്. ഇനി അതിൻ്റെ അകത്ത് പ്ലസ് മൈനസ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. സൈൻ എ കോസ് ബി, സൈൻ ആദ്യം കോസ് രണ്ടാമത് വരുമ്പോഴാണ് ഈ റിസൾട്ട് വരുന്നത്. ഹാഫ് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഇതേ റിസൾട്ടിൽ ഈ പ്ലസ് മാറ്റി മൈനസ് ആക്കുന്നതാണ് രണ്ടാമത്തെ റിസൾട്ട്. അപ്പോൾ രണ്ടാമത്തെ റിസൾട്ടിൽ വരുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണത്? കോസ് എ സൈൻ ബി. കണ്ടോ, പൊസിഷൻസ് മാറ്റുക. കോസ് ആദ്യം സൈൻ രണ്ടാമത്. അപ്പോൾ കോസ് ആദ്യം സൈൻ രണ്ടാമത് വരിക എന്നുണ്ടെങ്കിൽ അത് ഈ റിസൾട്ട് കൊടുത്താൽ മതി. ഇനി കോസ് എ കോസ് ബി എന്താണ്? ഹാഫ് ഓഫ് കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. കണ്ടോ, രണ്ടും കോസിൽ വരാം. ഇനി സൈൻ എ സൈൻ ബി ആകുമ്പോൾ മാത്രം മൈനസ് ഹാഫ് വരുന്നുള്ളൂ, ബാക്കി കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി. ഇതിങ്ങനെ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഈ ഒരു റിസൾട്ട് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ അത് അതിമ കൂടെ അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ അപ്പോൾ നമുക്ക് ഏതാ യൂസ് ചെയ്യേണ്ടത്? ഈ ഫസ്റ്റ് ഫോമാണല്ലേ, കാരണം ദിസ് ഈസ് ഓഫ് ദ ഫോം സൈൻ എ കോസ് ബി. അപ്പോൾ എന്താണ് സൈൻ എ കോസ് ബി വരിക? നോക്കിക്കേ, that equals അപ്പോൾ 2/π ഇൻ്റഗ്രൽ ഫ്രം 0 to π അല്ലേ. അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് നോക്കിയാൽ സൈൻ എ കോസ് ബീൻ്റെ റിസൾട്ട് പ്രകാരം ഇതാ ഇവിടെ എൻ്റെ സ്ഥാനത്ത് 1x എന്ന് പറഞ്ഞാൽ എക്സ്, ബീൻ്റെ സ്ഥാനത്ത് ഒമേഗ എക്സ്. ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി എന്നുള്ള റിസൾട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതിൻ്റെ അകത്ത് ഹാഫ് ഓഫ് ബ്രാക്കറ്റ് സൈൻ ഓഫ് എൻ്റെ സ്ഥാനത്ത് എക്സ്, ബീൻ്റെ സ്ഥാനത്ത് ഒമേഗ എക്സ്. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഓക്കെ, പ്ലസ് സൈൻ ഓഫ് എക്സ് മൈനസ് ഒമേഗ എക്സ്. കറക്റ്റ് അല്ലേ? സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി. എൻ്റെ സ്ഥാനത്ത് എക്സ് ആണ്, ബീൻ്റെ സ്ഥാനത്ത് ഒമേഗ എക്സ് ആണ്. ഓക്കെ, ഡി എക്സ്. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ ഈ റിസൾട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് അവിടെ കൊടുക്കുക എന്നുള്ളൊരൊറ്റ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇതാരെ കൊണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് തുറന്ന് കൊണ്ടുപോകാൻ പറ്റും. അത് ദാറ്റ് ഈക്വൽസ് ഈ രണ്ട് എന്തായാലും ഈ 1/2 എന്തായാലും ഇതിൻ്റെ പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ ഓൾറെഡി ഇവിടെ ന്യൂമറേറ്ററിൽ രണ്ടുണ്ട്, രണ്ടുകൊണ്ട് വെട്ടിക്കളയാം. ഉണ്ടോ, അതങ്ങോട്ട് പോയി. പിന്നെ ബാലൻസ് ആയിട്ട് ഉണ്ടാവൽ 1/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to π സൈൻ ഓഫ്. നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ജോലിയും കൂടെ പെൻഡിങ് വരുന്നുണ്ടോ അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ സൈൻ ഓഫ് എക്സ് പ്ലസ് ഒമേഗ എക്സ് എന്നാണ് അല്ലേ. രണ്ടിലും എക്സ് കോമൺ ഫാക്ടർ അല്ലേ. ആ എക്സ് നമ്മൾ പുറത്തെടുക്കുക എന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് പിന്നെ 1 + ഒമേഗ അല്ലേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇൻറ്റു എക്സ്. അങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ലല്ലോ, കറക്റ്റ് അല്ലേ ഇത്? യെസ്. പ്ലസ് സൈൻ ഓഫ് വീണ്ടും എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 - ഒമേഗ ഉണ്ടാവും അല്ലേ, ഇൻറ്റു എക്സ്. ഓക്കെ, ഡി എക്സ്. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈക്വൽസ് 1/π ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് സൈൻ എക്സിൻ്റെ ഫോമാണ്. നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് എക്സ് ആണ് അല്ലേ. പക്ഷേ ഇവിടെ എക്സ് അല്ല, എക്സിൻ്റെ സ്ഥാനത്ത് ഒരു കോൺസ്റ്റ് 1 + ഒമേഗ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, സംശയിക്കേണ്ട. ഒരു എ എക്സ് വന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് എ എക്സ് വരുമ്പോൾ എന്താണ് റിസൾട്ടിന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്നുള്ളത് അല്ലേ. ആ റിസൾട്ടിന് അതേപോലെ നമ്മൾ എഴുതുന്നു, എക്സിൻ്റെ സ്ഥാനത്ത് എ എക്സ് ഇടുന്നു, ഒരു 1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഹിയർ വാട്ട്? മൈനസ്, കാരണം സൈൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ആണ്. അപ്പോൾ മൈനസ് 1/a ദാറ്റ് ഈസ് 1 + ഒമേഗ ഇൻറ്റു കോസ് ഓഫ് 1 + ഒമേഗ എക്സ്. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ആ റിസൾട്ട് കൊണ്ട് ആലോചിച്ചാൽ മതി. സൈൻ എ എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ഔട്ട്പുട്ട് -1/a കോസ് എ എക്സ് ആണ്. നെക്സ്റ്റ് പ്ലസ് എഗെയിൻ സൈൻ്റെ ഇൻ്റഗ്രേഷനിൽ മൈനസ് വീണ്ടും വരുമല്ലോ. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസിന് നമുക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ മൈനസായി കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇത് പ്ലസ് ആണ്, പക്ഷേ സൈൻ്റെ ഇൻ്റഗ്രേഷൻ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ മൈനസ് വരും. ആ പ്ലസ് ഇൻറ്റു മൈനസ് ഞാൻ മൈനസ് എഴുതി. ഇതേ കൺസെപ്റ്റ് ഇവിടെ എൻ്റെ സ്ഥാനത്ത് 1 - ഒമേഗയാണ് വരുന്നത്. അതുകൊണ്ട് 1/a 1/1 - ഒമേഗ കോസ് ഓഫ് 1 - ഒമേഗ എക്സ്. ഇൻ്റഗ്രേഷൻ ഫിനിഷ്ഡ്. ഇനി നമ്മളെ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ഏതാണ്? ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് π. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നീട് ലോവർ ലിമിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. ദാറ്റ് ഈക്വൽസ് 1/π ഇൻ്റഗ്രേഷൻ ഫ്രം -1/1 + ഒമേഗ. എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. സോ കോസ് ഓഫ് 1 + ഒമേഗ ഇൻറ്റു π മൈനസ് 1/1 - ഒമേഗ കോസ് ഓഫ് 1 - ഒമേഗ ഇൻറ്റു π.
ഓക്കെ അല്ലേ. മൈനസ് ലോവർ ലിമിറ്റ് 0ആണ്, 0 കൊടുക്കാതിരിക്കരുത്. കാരണം 0 നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ കൊടുക്കണ്ട എന്ന് എപ്പോഴും ഒരു ഇത് വെക്കാറുണ്ട് നമ്മൾ അല്ലേ, ധാരണ വെക്കാറുണ്ട്. പക്ഷേ അത് നോക്കിയിട്ടേ തീരുമാനിക്കാൻ പാടുള്ളൂ. കാരണം കോസിൻ്റെ അകത്താണ് 0 വരുന്നത്, cos 0 1 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തേ പറ്റൂ. സോ -1/1 + ഇൻറ്റു cos 1 + ഇൻറ്റു 0. 0 കൊണ്ട് എന്തിനാ മൾട്ടിപ്ലൈ ചെയ്താലും എന്താ സംഭവിക്കുക, cos 0 എന്നാണ് വരിക അല്ലേ. cos 0ൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്, എഴുതണ്ട. ഓക്കെ. മൈനസ് അടുത്ത ടേം 1/1 - വീണ്ടും cos 0 1. ഇതാണ് ഇവിടെ സംഭവിക്കുക. കറക്റ്റ്. ദാറ്റ് ഈക്വൽ ടു 1/π ഇൻറ്റു -1/1 + cos ഓഫ് ഈ പൈ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ആംഗിളിൻ്റെ അകത്തേക്ക്. ഇതാ ഇങ്ങനെയുള്ള സംഭവം വരുന്നത് അല്ലേ, ഇതിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ π + ωπ. ഓക്കെ അല്ലേ. π + ωπ മൈനസ് 1/1 - ഇൻറ്റു കോസ് ഇതേപോലെ π - ωπ. കറക്റ്റ്. π - ωπ മൈനസ് ഓഫ് ഈ ഉള്ളിലെ ബ്രാക്കറ്റിൽ എന്താ വരുന്നത്, ഉള്ളിൽ ദാറ്റ് ഈസ് -1/1 + -1/1 - ഓക്കെ അല്ലേ. ഇതാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ചെയ്ത് അവസാനിപ്പിച്ചാലും മതി. കാരണം ഷോ ദാറ്റൊക്കെ പറഞ്ഞാൽ മാത്രമേ അത് ഇനി അവർ പറയുന്ന ആ രൂപത്തിൽ തന്നെ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടെ സ്മൂത്തായിട്ട് എഴുതാമെന്നുണ്ടെങ്കിൽ മൈനസ് കോസ് ഓഫ് π + ωπ ഡിവൈഡഡ് ബൈ 1 + ω മൈനസ് കോസ് ഓഫ് π - ωπ ഡിവൈഡഡ് ബൈ 1 - ω. നോക്ക്, ഈ ഉള്ളത്തെ ബ്രാക്കറ്റ് അങ്ങോട്ട് ഒഴിവാക്കുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവുമല്ലോ. അപ്പോൾ 1/1 + ω വീണ്ടും മൈനസ് ഓഫ് മൈനസ് കോസ്റ്റ് പ്ലസ് 1/1 - ω. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. ഇനി ഇത് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചില ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളിത് ചെറുതാക്കി തന്നെ ചെയ്യണം. ചെറുതാക്കുന്നുണ്ടെങ്കിൽ എന്താ പണിയെന്ന് അറിയാം, ഇതൊക്കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് പരുവാക്കുക. അപ്പോൾ പരുവാക്കുന്നതിൻ്റെ മുന്നേ ആദ്യം ഇവിടെ ഒരു ജോലി നമുക്ക് ചെയ്യാനുണ്ട്. എന്താണ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കോസ് π + ωπ എന്നല്ലേ, ഇതിനെ നമുക്ക് 180 + θ എന്നുള്ള ഫോമിൽ വിളിക്കാം. 180 - θ. കോസിലും സൈനിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ. π എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ωπ എന്ന് പറയുമ്പോൾ ഒരു ആംഗിളായിട്ട് നിങ്ങൾ സപ്പോസ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ റിഡക്ഷൻ ഫോർമുലേൻ്റെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ 180ലും 360ലും വരുമ്പോൾ സൈനിൻ്റെ ആൻസറൊക്കെ സൈനിലും കോസിൻ്റെ ആൻസറൊക്കെ കോസിലും പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ. 180ലും 360ലും, അത് പൈയും 2π ആണ് ഇവിടുത്തെ ഈ ആംഗിൾ വരുന്നതെങ്കിൽ, നമ്മൾ ക്വാഡ്രൻ്റൽ ആംഗിൾ എന്ന് പറയും ഈ ആംഗിൾ വരുന്നതെങ്കിൽ. പിന്നെ ആൻസർ എങ്ങനെ എഴുതുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ 180 + θ എന്നാണ് വായിക്കുക അല്ലേ. 180 + θ ഏത് ക്വാഡ്രൻ്റാണ് നോക്കുക. ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 0, ഇത് 90, ഇത് 180, ഇത് 270. അപ്പോൾ 180 എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡ് ഇവിടെ വന്നാൽ മതി. ഓക്കെ. പ്ലസ് എന്ന് പറഞ്ഞാൽ അടുത്ത ക്വാഡ്രൻറ്റിലേക്ക് ചാടുക, അടുത്ത ക്വാഡ്രൻറ്റിന് തേർഡ്. മൈനസ് എന്ന് പറഞ്ഞാൽ ബാക്കിലെ ക്വാഡ്രൻറ്റിലേക്ക് ചാടുക, സെക്കൻഡ്. ഇനിയിപ്പോൾ 90 + θ ആണെങ്കിലോ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, 90 - θ ആണെങ്കിലോ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. പ്ലസ് θ എന്ന് പറയുമ്പോൾ മുന്നത്തെ ക്വാഡ്രൻറ്റ്, മൈനസ് θ എന്ന് പറയുമ്പോൾ പിറകത്തെ ക്വാഡ്രൻറ്റ്. അപ്പോൾ കോസ് 180 + θ എന്ന് പറയുമ്പോൾ 180 + θ ഏത് ക്വാഡ്രൻ്റാണ്, ആക്ച്വലി തേർഡ് ക്വാഡ്രൻ്റാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് എന്താണ്, കോസ് നെഗറ്റീവാണ്. കാരണം നിങ്ങൾ ASTC എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ്. അപ്പോൾ കോസ് പോസിറ്റീവ് ആകുന്നത് നാലാമത്തെ ക്വാഡ്രൻറ്റിൽ മാത്രമാണ്. മൂന്നാമത്തെ ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കോസ് എന്താണ്, നെഗറ്റീവാണ്. ഇനി ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ ആൻസർ എന്തായാലും വരുന്നത് മൈനസിലാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ. ഇനി എന്താണ് ആൻസർ. 180 ആകുമ്പോൾ ഞാൻ പറഞ്ഞു സെയിം എന്ന മോഡ് ഉപയോഗിക്കാൻ, അതായത് കോസിൻ്റെ ഔട്ട്പുട്ട് കോസ് പറഞ്ഞാൽ മതി, സൈനിൻ്റെ ഔട്ട്പുട്ട് സൈൻ പറഞ്ഞാൽ മതി. സോ ഫൈനൽ ആൻസർ ഈസ് മൈനസ് കോസ് θ ωπ. ഇത്രേ ഉള്ളൂ പണി കണ്ടോ. ഇതിനാണ് നമ്മൾ റിഡക്ഷൻ ഫോർമുല എന്ന് പറയുക. ഇനി ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇത് കോസ് ഓഫ് A + B എന്നുള്ള ഫോമാണ്, കോസ് A കോസ് B അത് ഉപയോഗിച്ചാൽ മതി. ഇതാകുമ്പോൾ എളുപ്പത്തിൽ പരിപാടി കഴിയുകൊണ്ടാണ്. മൈനസ്
ഇതും ഇതേപോലെ തന്നെ പൈ മൈനസ് ഒമേഗ പൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 180 മൈനസ് തീറ്റ. അപ്പോൾ 180 മൈനസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലും കോസ് നെഗറ്റീവാണ്, നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? കോസ് ഫോർത്ത് ക്വാഡ്രൻറ്റിലും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ. ഇനി സെയിം മോഡ് തന്നെയാണ് അല്ലേ? വീണ്ടും പൈയും 2πയും വരുമ്പോൾ കോസിൻ്റെ ആൻസർ കോസിലും സൈൻ്റെ ആൻസർ സൈനിലും പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരിക? മൈനസ് കോസ് തീറ്റ, ദാറ്റ് ഈസ് കോസ് ഒമേഗ പൈ, കറക്റ്റ്, ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ പ്ലസ് 1 ബൈ, ഇവിടെ റേസ് ചെയ്യാം, ഓക്കെ, 1 ബൈ 1 പ്ലസ് ഒമേഗ പ്ലസ് 1 ബൈ 1 മൈനസ് ഒമേഗ, കറക്റ്റ് അല്ലേ? ദാറ്റ് ഈക്വൽസ് 1 ബൈ പൈ മൈനസ് ഓഫ് മൈനസ് ഗോസ് ടു പ്ലസ്. അപ്പോൾ കോസ് ഒമേഗ പൈ ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ, അഗെയിൻ മൈനസ് ഓഫ് മൈനസ് പ്ലസ്, കോസ് ഒമേഗ പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ പ്ലസ് 1 ബൈ 1 പ്ലസ് ഒമേഗ പ്ലസ് 1 ബൈ 1 മൈനസ് ഒമേഗ. ഇതിങ്ങനെ എങ്ങനെ സിംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭിന്നസംഖ്യാ രൂപങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? പക്ഷേ ഇവിടെ അത് 2 ടേം ആകുമ്പോൾ സ്മൂത്താണ്. 3ഉം 4ഉം 5ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആദ്യം ഇതും തമ്മിൽ പിന്നെ അതും അങ്ങനെ ചെയ്യാം. അത് കുറേ സമയം എടുക്കും. അത് അതിനൊക്കെ നല്ലത് ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? LCM എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് ഉപയോഗിക്കുക. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ പോകുന്ന ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ചൂസ് ചെയ്യാം. ഇവിടെ 1 പ്ലസ് ഒമേഗ, ഇവിടെ 1 മൈനസ് ഒമേഗ, ഇവിടെ വീണ്ടും 1 പ്ലസ് ഒമേഗ, ഇവിടെ 1 മൈനസ് ഒമേഗ. ഈ പറയുന്ന ആൾക്കാരൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കണം. അപ്പോൾ അത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് ഒമേഗ, അങ്ങനെ നോക്കിയാൽ മതി നിങ്ങൾ. കാരണം 1 പ്ലസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് ഒമേഗ എന്നുള്ള ഈ മൾട്ടിപ്പിൾ കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ അകത്ത് 1 പ്ലസ് ഒമേഗ പോകും, കണ്ടോ? ഇതിൻ്റെ അകത്ത് 1 മൈനസ് ഒമേഗ പോകും, ഇതിൻ്റെ അകത്ത് 1 പ്ലസ് ഒമേഗ പോകും, ഇതിൻ്റെ അകത്ത് 1 മൈനസ് ഒമേഗ പോകും. ഇതാണ് LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ 2, 4, 6, 10 ആണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതാണ് LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡിജിറ്റൽ ഉള്ളത്. അപ്പോൾ ടേം ആകുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഈ പറയുന്ന ടേമൊക്കെ പോകുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എടുക്കുക. അപ്പോൾ 1 പ്ലസ് ഒമേഗയും 1 മൈനസ് ഒമേഗയാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ അല്ലേ? 4 ഡിനോമിനേറ്റർ ഉണ്ടെങ്കിലും 4ലും വരുന്നത് 1 പ്ലസ് ഒമേഗയും 1 മൈനസ് ഒമേഗയാണ്. ഇവർ 2 പേരും ഒരേ സമയം പോകണമെന്നുണ്ടെങ്കിൽ 2 പേര് ആ പ്രൊഡക്റ്റിൽ വരണം, അല്ലാതെ നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് LCM നമ്മൾ എടുക്കുക. ഇനി എന്ത് ചെയ്യുക? ഈ സാധനത്തിൽ ഫസ്റ്റ് ടൈമിലെ ഡിനോമിനേറ്റർ നോക്കുക. ഏതാ? 1 പ്ലസ് ഒമേഗ. അപ്പോൾ കോമൺ ഫാക്ടർ ഉണ്ട്, കട്ട് ചെയ്ത് കളയാം. മനസ്സിൽ കട്ട് ചെയ്താൽ മതി, ഇവിടെ കട്ട് ചെയ്ത് കാണിക്കൊന്നും വേണ്ട. അപ്പോൾ 1 പ്ലസ് ഒമേഗയും 1 പ്ലസ് ഒമേഗയും കട്ട് ചെയ്യുക. ബാക്കി ആരുണ്ടാവും? ബാലൻസ് ആയിട്ട് 1 മൈനസ് ഒമേഗ ഉണ്ടാവും. അതുകൊണ്ട് ന്യൂമറേറ്ററിനെ ഗുണിക്കുക. ലൈക്ക് 1 മൈനസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ പൈ, ക്ലിയർ? പ്ലസ് ഇവിടെ 1 മൈനസ് ഒമേഗയും 1 മൈനസ് ഒമേഗയും കോമൺ, കട്ട് ചെയ്യാം. ബാക്കി ആരുണ്ട്? 1 പ്ലസ് ഒമേഗ, അതുകൊണ്ട് ഇയാളെ ഗുണിക്കാം. അപ്പോൾ 1 പ്ലസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ പൈ. ഇവിടെ 1 പ്ലസ് ഒമേഗ 1 പ്ലസ് ഒമേഗ കട്ട് ചെയ്തു. ബാക്കി 1 മൈനസ് ഒമേഗ കൊണ്ട് 1നെ ഗുണിച്ചാൽ അതന്നെ, വേറെ ഒന്നുമില്ലല്ലോ, 1 മൈനസ് ഒമേഗ. അടുത്തത് പ്ലസ് 1 മൈനസ് ഒമേഗയും 1 മൈനസ് ഒമേഗയും കട്ട് ചെയ്തു. 1 പ്ലസ് ഒമേഗ കൊണ്ട് 1നെ ഗുണിച്ചാൽ ദർ ഈസ് 1 പ്ലസ് ഒമേഗ. ഇതാണ് നമുക്ക് LC എടുത്തിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കിട്ടും. പക്ഷെ നമ്മൾ കുറേ ചെയ്യേണ്ടിയിരുന്നുള്ളത്. ഇത് പെട്ടെന്ന് ജോലി കഴിയും. ദാറ്റ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു, ഇതൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു കോസ് ഒമേഗ പൈ, ദാറ്റ് ഈസ് കോസ് ഒമേഗ പൈ. നെക്സ്റ്റ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് അല്ലേ? ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ പൈ എന്ന് പറഞ്ഞാൽ അതന്നെ എഴുതി വെച്ചാൽ മതി. ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ പൈ പ്ലസ്, ഇനി ഇതുണ്ട് 1 ഇൻറ്റു കോസ് ഒമേഗ പൈ, കോസ് ഒമേഗ പൈ പ്ലസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ പൈ. ഇനി ആരാളുള്ളത്? 1ഉം 1ഉം കൂട്ടിയാൽ 2, ശരിയല്ലേ? പ്ലസ് ഒമേഗയും മൈനസ് ഒമേഗയും ക്യാൻസൽ ചെയ്യാം. ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് ഒമേഗ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് വേണമെങ്കിൽ എഴുതാം നമുക്ക്. ഇനി ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ന്യൂമറേറ്ററിൽ ക്യാൻസൽ ആവുമെന്ന് നോക്കിയേ. ഇവിടെ കോസ് ഒമേഗ പൈ ഉണ്ട്, ഇവിടെ പ്ലസ് കോസ് കട്ടാവില്ല. ഇവിടെ മൈനസ് ഒമേഗ കോസ് ഒമേഗ പൈ, ഇവിടെ പ്ലസ് ഒമേഗ, അതാ ഇവർ തമ്മിൽ രണ്ട് കട്ട് ചെയ്ത് പോകും. ബാക്കി ബാലൻസ് ആയിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടുക? കോസ് ഒമേഗ പൈയും കോസ് ഒമേഗ പൈയും കൂട്ടിയാൽ 2 കോസ് ഒമേഗ പൈ, എക്സും കൂട്ടി 2x എന്ന് പറയുന്ന പോലെ. പിന്നെ ഉള്ളതൊരു +2 ആണ്, വേറെ ആരുമില്ല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടുന്ന് പോയി. ബൈ 1 മൈനസ്, ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് 2 കോമൺ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് 2 കൂടെ വേണമെങ്കിൽ പുറത്ത് എടുക്കാം. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ പൈ പുറത്ത്, ബ്രാക്കറ്റിൽ ആര് വരും? ഇൻറ്റു
കോസ് ഒമേഗ പൈ പ്ലസ് 1, 2 പോയപ്പോൾ ഇവിടെ 1 അല്ലേ ഉണ്ടാവുള്ളൂ, ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എ ഓഫ് ഒമേഗ കിട്ടുന്നത്. ചോദ്യം കഴിഞ്ഞിട്ടില്ല, എ ഓഫ് ഒമേഗ നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മുടെ ചോദ്യം എന്താണ്, ഇതിനെ ഒരു ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എ ഓഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ജസ്റ്റ് ആ ഇൻ്റഗ്രൽ ഫോമോട് എഴുതി വെച്ചാൽ മതി. ദെർഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി. ഇതാണല്ലോ നമ്മുടെ ഇൻ്റഗ്രൽ, കണ്ടോ, 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ എന്താ, എ ഓഫ് ഒമേഗ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നമ്മളെ ഈ സിംപ്ലിഫൈഡ് വെർഷൻ 2/π ഇൻറ്റു കോസ് ഒമേഗ പൈ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, 2/π കോസ് ഓഫ് ഒമേഗ പൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇതല്ലേ 1. അപ്പോൾ എ ഓഫ് ഒമേഗ എഴുതി അല്ലേ, ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് ചെറുതാക്കിയാലാണ് നമുക്ക് ഈ ഒരു സിംപ്ലിഫൈഡ് വെർഷൻ കിട്ടുക. ഇനി നിങ്ങൾക്കിത് ഇവിടെ ഷോദായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഫൈൻഡ് എന്നല്ലേ പറഞ്ഞുള്ളൂ, റെപ്രസെൻ്റ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നിർത്തിയ ഈ സ്പോട്ട് വെച്ച് എഴുതി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഇത്രയും നിങ്ങൾ വലിച്ച് എഴുതേണ്ടി വരുന്നുള്ളൂ അതിൽ. ഓക്കെ അല്ലേ. അപ്പോൾ ചെറുതാക്കാൻ പറ്റിയാൽ അത് നന്ന്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കുക, ഷോ ദാറ്റ് ഇൻ്റഗ്രേഷൻ ഫ്രം 0 to ഇൻഫിനിറ്റി സൈൻ പൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈക്വൽ ടു π/2 sin x if 0 less than x less than π 0 x greater than π അല്ലേ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവും ഈ ഭാഗത്ത് നിന്ന്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനൊക്കെ റെപ്രസെൻറ്റ് ദ ഫംഗ്ഷൻ ആസ് എ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ, റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്നാണ് അല്ലേ. അതല്ലാതെ ഷോ ദാറ്റ് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ഈ മൊഡ്യൂളിൽ ഫസ്റ്റ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഷോ ദാറ്റ് വരുന്ന ക്വസ്റ്റ്യനിൽ നോക്കുക, ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഈ ഫ്രെയിം ഒന്ന് നോക്കിയാൽ നിങ്ങൾ 0 to ഇൻഫിനിറ്റി ഡി ഒമേഗ വരുന്നത് കണ്ടോ. അപ്പോൾ ഡി എക്സും ഡി ഒമേഗയാണ് നമുക്ക് ഇൻ്റഗ്രേഷനിൽ, രണ്ട് ഇൻ്റഗ്രേഷൻ നമുക്ക് ഉണ്ട് അല്ലേ. ഒന്ന് നമ്മൾ എ ഓഫ് ഒമേഗ ബി ഓഫ് ഒമേഗ എഴുതുന്നതും പിന്നെ നമ്മളെ ഫോറിയർ ഈ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോഴുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് സിമ്പലിലും ഒരു സ്ഥലത്ത് ഡി എക്സും ഒരു സ്ഥലത്ത് ഡി ഒമേഗയാണ്, കറക്റ്റ് അല്ലേ. അപ്പോൾ ഈ ഡി ഒമേഗ എന്നുള്ള ഈ നൊട്ടേഷൻ വരുന്നത് കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനിലാണ്. ഡി എക്സ് വരുന്നത് എവിടെയാണ്, എ ഒമേഗയിലും ബി ഒമേഗയിലാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്താണ്, ഈ തരത്തിലുള്ളൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നിങ്ങളിത് മാത്രം നോട്ട് ചെയ്താൽ മതി. ഡി എക്സിലാണോ ഇൻ്റഗ്രേഷൻ വരുന്നത് ഡി ഒമേഗയിലാണോ വരുന്നത് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഡി ഒമേഗ കണ്ടാൽ നിങ്ങൾ ഉറപ്പിക്കുക ഇത് ഫോറിയർ ഇൻ്റഗ്രലുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. അതധികം ഈ ഫോറിയർ ഇൻ്റഗ്രലുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ കിട്ടുള്ളൂ, ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഒരു എക്സാം കൂടെ പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ പറഞ്ഞിട്ടാണ് അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഈ 2/π കോൺസ്റ്റൻ്റ് ആണല്ലോ, നമ്മൾ 2/πനെ പുറത്തെടുത്തിട്ട് ഈ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to ഇൻഫിനിറ്റി കോസ് ഒമേഗ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇൻ്റഗ്രലാണെന്നുള്ളത് തിരിച്ചറിയണം അല്ലേ. അതിനൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ഇൻ്റഗ്രലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അതായത് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലുണ്ട്, ഫോറിയർ സൈൻ ഇൻ്റഗ്രലുണ്ട്. പിന്നെ ജനറലായിട്ട് ഫോറിയർ ഇൻ്റഗ്രലാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിൽ സൈനും ഉണ്ട് കോസും ഒരേ സമയം വരുന്നുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒമേഗ എക്സ് ഏതിലാണ് വരുന്നത് നോക്കിയാൽ മതി കണ്ടോ. അപ്പോൾ സൈൻ പൈ ഒമേഗ അതല്ല, സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് സൈൻ ഇൻ്റഗ്രലിൻ്റെയും കൊസൈൻ ഇൻ്റഗ്രൽ നമ്മൾ ഓൾറെഡി എഴുതിയാണ് അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കണ്ടോ, ഇതാണ് ആദ്യത്തേണ് കൊസൈൻ ഇൻ്റഗ്രൽ നമ്മൾ എഴുതിയത് പ്രകാരം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ കണ്ടോ. കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ വരുന്നത് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിലും അതേസമയം സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ വരുന്നത് ഫോറിയർ സൈൻ ഇൻ്റഗ്രലുമാണ്. അപ്പോൾ ചുരുക്കി ഈ പ്രോബ്ലത്തിൽ ഉദ്ദേശിക്കുന്ന ഈ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ഇറ്റ് ഈസ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഇങ്ങനെ ഷോ ദാറ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ അത് ഫോറിയർ സൈൻ ഇൻ്റഗ്രലിനാണോ പറയുന്നത് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിനാണോ പറയുന്നത് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഫോറിയർ സൈൻ ഇൻ്റഗ്രലുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണെന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ്, നമുക്ക് എഫ് ഓഫ് എക്സ് വേണമല്ലോ, കാരണം എ ഓഫ് ഒമേഗ കാണാനായാലും ബി ഓഫ് ഒമേഗ കാണാനായാലും എഫ് ഓഫ് എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്.
അപ്പോൾ ഈ ഇൻ്റഗ്രൽ കണ്ടല്ലോ നിങ്ങൾ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതാ ഞാൻ നേരത്തെ ജസ്റ്റ് പറഞ്ഞിരുന്നു 0 to infinity ഈ 2/π ഇങ്ങോട്ട് പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ 2/π 0 to infinity cos ഒമേഗ പൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. കണ്ടോ, ഇതാണ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. കണ്ടോ, അതിനെ മനസ്സിലാക്കാം. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ ഈ 2/π ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് എന്താ സംഭവിക്കുന്നത്? π/2 എഫ് ഓഫ് എക്സ് എന്നാവും അല്ലേ. ദാറ്റ് ഈസ് π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈ കേസിൽ ഈ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് സൈൻ എക്സ് അങ്ങനെ തന്നിരുന്നത്. അപ്പോൾ നമ്മൾ π/2 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ π/2 സൈൻ എക്സ് 0 എന്നുള്ള ഒരു റെപ്രസെൻറ്റേഷനായിട്ട് മാറും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചോദ്യം ഒരു പക്ഷേ നമ്മൾ മുന്നേ ചെയ്ത ചോദ്യം ഇതേപോലെ ഒരു ഷോദായിട്ടാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോർവേഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ചെയ്തെത്തുക, എന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു റീഅറേഞ്ച്മെൻറ്റ് അവിടെ പാസ്സാക്കുക. അതേ നമുക്കൊരു എക്സ്ട്രാ വർക്കായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സിനെ ഏതാണെന്ന് നോക്കി എഴുതേണ്ടി വരും. അപ്പോൾ എഫ് ഓഫ് എക്സ് നിങ്ങൾ തിരഞ്ഞു പോകുമൊന്നും വേണ്ട, ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. കാരണം എന്താ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൻസർ കിട്ടുന്നത്, π/2 സൈൻ എക്സ് എന്നുള്ള ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ഒരു പൈൻ്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ π/2ൻ്റെ മൾട്ടിപ്പിളോ കാണാൻ പറ്റും നിങ്ങൾക്ക്. കാരണം ഉറപ്പാണ്, കാരണം ഇവിടെ ഒരു 1/πയോ 2/πയോ ഉറപ്പായിട്ടും ബാലൻസ് വരും അവസാനം, അങ്ങോട്ട് പോകുന്നില്ല. അത് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് പൈയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് π/2 ഒക്കെ വരും. അപ്പോൾ ഒന്നുകിൽ π ഇൻറ്റു എന്നായിരിക്കും അല്ലെങ്കിൽ π/2 ഇൻറ്റു എന്നായിരിക്കും. അപ്പോൾ ആ പൈൻ്റെ മൾട്ടിപ്ലിസിറ്റി കണ്ട് ക്യാൻസൽ ചെയ്താൽ മതി, ബാക്കി വരുന്നതായിരിക്കും അസൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ, ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഈ കേസിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എന്തെടുത്താൽ മതി? ആ π/2 കൊണ്ട് ഒഴിവാക്കിയാൽ കളി, ബാക്കിയോ സൈൻ എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ 0, എക്സ് ഗ്രേറ്റർ ദാൻ പൈ. നമ്മൾ അതർവൈസ് അല്ലെങ്കിൽ എൽസ്വേർ എന്ന് എഴുതില്ല, അതിനാണ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ എന്ന് പറഞ്ഞാൽ 0 മുതൽ പൈ വരെ സൈൻ എക്സ് ആണ് ഫംഗ്ഷൻ. അതേസമയം ഇതല്ലാത്ത സ്ഥലങ്ങളിൽ 0 ആണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? ഫോറിയർ എത്രയും പെട്ടെന്ന് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് നമുക്കറിയാം എന്താ വഴിയെന്ന്. ആദ്യം ബി ഓഫ് ഒമേഗ വേണം. ബി ഓഫ് ഒമേഗ എന്താണ്? ഇറ്റ് ഈസ് 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈക്വൽസ് 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് സൈൻ എക്സ് ബട്ട് ഇൻ ദ റേഞ്ച് 0 to π. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ 0 to infinity എന്ന് പറയുന്നത് എക്സിൻ്റെ ടോട്ടൽ ആക്സസ് ആണ്. അതിന് അത്രയും പെർമിസിബിൾ ആണ്, ഇത്രയും നമുക്കിവിടെ ആക്സെപ്റ്റ് ചെയ്യാം എക്സ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ഇന്ന മുതൽ ഇന്ന വരെ എന്നുകൊണ്ട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പ്രകാരം റെസ്ട്രിക്ഷൻ ഉണ്ട്, 0 തൊട്ട് π വരെ വരുന്നുള്ളൂ. കണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ 0 തൊട്ട് π വരെ എഴുതിയാൽ മതി, ഇൻഫിനിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 0 തൊട്ട് π വരെ ഫംഗ്ഷനോടെ വരുന്നുള്ളൂ സൈൻ എക്സ് ആയിട്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എഫ് ഓഫ് എക്സിനെ സൈൻ എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. കൂടാരാണ്? സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ പണി. ഇനി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് അവിടെ നമുക്ക് സൈൻ എ കോസ് ബി ആണ് ഉപയോഗം വന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കൂടെ ആ സമയത്ത് സൈൻ എ കോസ് ബിയോ കോസ് എ സൈൻ ബിയോ കോസ് എ കോസ് ബിയോ ഇതാ ഈ 4 പാറ്റേണിൽ ഏത് വേണമെങ്കിലും വരാം. അത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഏത് കേസാണ് നോക്ക് നിങ്ങൾ. ഇതേത് കേസാണ്? എക്സിനെ നമ്മൾ എ എന്നും ഒമേഗ എക്സിനെ നമ്മൾ ബി എന്നും പേരിടുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ക്ലിയർലി സൈൻ എ കോസ് ബി, സൈൻ എ സൈൻ ബി, നമ്മളെ 4ാമത്തെ റിസൾട്ട് അല്ലേ. അപ്പോൾ ആ സൈൻ എ സൈൻ ബിൻ്റെ റിസൾട്ട് നിങ്ങളൊന്ന് നോക്കുക. ദാറ്റ് ഈസ് 2/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to π നോട്ട് ഇൻഫിനിറ്റി. ഓക്കെ, ഇവിടെ ഞാൻ അറിയാതെ ഇൻഫിനിറ്റി എഴുതിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, നമുക്കൊന്ന് എറേസ് ചെയ്യാം. ഇവിടെ ഇൻഫിനിറ്റി ഇല്ല കേട്ടോ. ഓക്കെ, 0 to π ദെൻ സൈൻ എ സൈൻ ബി മൈനസ് ഹാഫ് ഓഫ് കോസ് ഓഫ് എ പ്ലസ് ബി മൈനസ് കോസ് ഓഫ് എ മൈനസ് ബി. ഇതല്ലേ ഫോർമുല വരുന്നത്. അപ്പോഴോ മൈനസ് ഹാഫ് ഓഫ് കോസ് ഓഫ് എ പ്ലസ് ബി. വാട്ട് ഈസ് എ പ്ലസ് ബി? എക്സ് പ്ലസ് ഒമേഗ എക്സ് മൈനസ് കോസ് ഓഫ് എ മൈനസ് ബി എക്സ് മൈനസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ക്യാൻസൽ ചെയ്യുക, ബാക്കി ഒരു മൈനസ് ഉണ്ടാവും അല്ലേ. ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ മൈനസ് 1/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to π കോസ്
നമ്മൾ കഴിഞ്ഞ് ചെയ്ത പോലെ തന്നെ യു ക്യാൻ ടേക്ക് എക്സ് ഔട്ട് സൈഡ്. സോ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ് കഴിഞ്ഞ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. മൈനസ് കോസ്, അവിടെ നമുക്ക് സൈൻ ആയിരുന്നു അല്ലേ, ഇവിടെ കോസ് 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് ഡി എക്സ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുക? ദാറ്റ് ഈക്വൽ ടു -1/π ഇൻ്റഗ്രേഷൻ ഫ്രം ഇനി ഇൻ്റഗ്രേഷൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നേരെ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. സോ എന്താണ് ഇൻ്റഗ്രേഷൻ വരിക? ഇവിടെ കോസിൻ്റെ ഇൻ്റഗ്രേഷൻ അപ്ലൈ ഉള്ളത് അല്ലേ, നമുക്കറിയാം കോസിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? സൈൻ എക്സ് ആണ്. മൈനസ് സൈൻ അല്ല, ഡെറിവേറ്റീവ് ആണ്, മാറിപ്പോകരുത്. സൈൻ എക്സ് ആണ്. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് എ എക്സ് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതേ റിസൾട്ടിൽ ഒരു 1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് അല്ലേ.